ഹായ് ഗൈസ്, വെൽക്കം ടു ഡെക്കൗട്ട് ഡയലോഗ്സ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മുംബൈ ലക്നൗ മത്സരത്തെ കുറിച്ചാണ്. ഇന്ന് കൂടെ ഉള്ളത് സഞ്ജയ്, കിരൺ എന്ന ഒരു കംബാക്ക് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് മത്സരത്തിലോട്ട് കിടക്കാം. ഞാൻ ആദ്യം തന്നെ സഞ്ജയിലോട്ട് വരാം. സഞ്ജയ്, ഇന്നത്തെ മത്സരം IPL ഹിസ്റ്ററി വെച്ച് നോക്കുമ്പോൾ ഈസി ചേസ് എന്നുള്ള രീതിയിലാണ് മുംബൈ കൊണ്ടുപോയിരുന്നത്. കംഫർട്ടബിൾ ചേസ് ആയിരുന്നു. സോ പക്ഷേ എവിടെയാണ് മുംബൈക്ക് പഴിച്ചത്, അല്ലെങ്കിൽ ലക്നൗ എങ്ങനെയാണ് ഈ മത്സരത്തോട് തിരിച്ചു വന്നത്? മുംബൈയുടെ ഇതിനേക്കാൾ ഉപരി ലക്നൗ എങ്ങനെ മത്സരം ബാറ്റിങ്ങിലും ബൗളിങ്ങിലും അവര് പിടിച്ചെടുത്ത്? എന്താണ് സഞ്ജയ്ക്ക് തോന്നുന്നത്? ലക്നൌവിന്റെ ബോളിംഗ് വെച്ചിട്ട് നോക്കുവാണെങ്കിൽ അവര് ഒറ്റ ബോളറിന്റെ ഒരു കഴിവുകൊണ്ടാണ് സത്യം പറഞ്ഞ 4 ഓവറിൽ 21 റണ്ണെങ്ങാണ്ട് കൊടുക്കുന്നുണ്ടല്ലോ പുള്ളി. ഈ 10 റൺസ് പെർ ഓവർ വെച്ചിട്ട് മുംബൈ സ്കോർ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ആൾറെഡി 4 ഓവർ 21 റണ്ണ് വരുന്നതോടെ അവിടെ മാച്ച് ലക്നൌവിന്റെ അങ്ങോട്ട് തിരികെയാണ് ചെയ്തത്. ബാക്കി എല്ലാവരും ഡീസെന്റ് ആയിട്ട് ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ലക്നൌവിന്റെ. അവരുടെ ബാറ്റിംഗിൽ സഞ്ജയ്ക്ക് കണ്ട 203 റൺസിൽ എത്തിയിട്ടുണ്ട്. നിക്കോളാസ് പൂരാൻ ഔട്ട് ഓഫ് ഫോം ആയിട്ടുള്ള ഒരു ദിവസവും അവര് കറക്റ്റ് വലിയ സ്കോർ മീൻസ് പൊരുതാവുന്ന സ്കോറിലോട്ട് എത്തിയിട്ടുണ്ട്. അവര് പ്രോപ്പർ ആയിട്ടാണ് അവര് സ്കോർ ചെയ്തിട്ടുള്ളത്. പവർ പ്ലേയിൽ 69 റൺസ് അടിക്കുന്നുണ്ട്. മിഡിൽ ഓവേഴ്സിൽ 9 ഓവറിൽ 77 എന്നുള്ളത് ഒരു മോശം സ്കോർ അല്ല. ഏകദേശം 9 റൺ റേറ്റ് അടിക്കുന്നുണ്ട്. അവർക്ക് ഡെത്ത് ഓവറിൽ മാത്രമാണ് ബ്രൂട്ടൽ അറ്റാക്ക് നടത്താൻ സാധിക്കാവുന്നുള്ളത്. 5 ഓവറിൽ 57 റൺ എങ്ങനെ വന്നിട്ടുള്ളൂ. സ്റ്റിൽ അതും ഒരു മോശം സ്കോറിംഗ് അല്ല. അപ്പോ അവരുടെ ബാറ്റിംഗ് 203 റൺസ് പൂരന്റെ സഹായം ഇല്ലാത്തതോടെ തന്നെ അവർ സ്കോർ ചെയ്യുന്നുണ്ട്. നമ്മളൊരു പ്രിവ്യൂലൊക്കെ അവിടെ നെഗറ്റീവായി പറഞ്ഞിട്ടുള്ള ഒരു ബാറ്റിംഗ് ഡെപ്ത് ഇല്ലെന്ന് പറയുന്നത്. ഞാൻ പല വീഡിയോയിലും പറയുന്ന കാര്യം, പല വീഡിയോയിലെ ലക്നൌവിനെ കുറിച്ച് പറയുമ്പോഴെല്ലാം വീഡിയോ പറയുന്നതാണ് മാർക്ര ഓപ്പണിംഗ് ഇറക്കുന്നത് ഒരു നെഗറ്റീവ് വൈബാണ് ക്രിയേറ്റ് ചെയ്യണത്. പുള്ളിയുടെ ഒരു ഇന്നിങ്സ് ഒരു സൈഡിലുള്ളത് അറിയില്ല, ആരും അറിയുന്നില്ല. മാർക്ര അവിടെ എത്ര സ്കോർ ചെയ്തു? 60 റൺ 68 റൺ എങ്ങാണ്ട് അടിച്ചു. അതൊന്നും ആരും മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോഴും ബലോണിയുടെ ഒരു ഇന്നിങ്സും മില്ലർ ലാസ്റ്റ് വന്ന ചെറിയൊരു ഇന്നിങ്സും പിന്നെ മിച്ചൽ മാർഷിന്റെ ആ ഒരു ടോപ്പ് ഓർഡറില്ല. മേ ബി അവരുടെ പ്ലാൻ ആയിരിക്കാം മിച്ചൽ മാർഷ് പവർ പ്ലേ ഫുള്ള് കളിക്കുക. അയാള് കറക്റ്റ് പവർ പ്ലേ ഒന്ന് കളിച്ചിട്ടുണ്ട്, ഫുള്ള് കളിച്ചിട്ടുണ്ട്. 8ാമത്തെ ഓവറിലാണ് അയാളെ വിക്കറ്റ് പോകുന്നത്. പക്ഷെ മാർക്കർ അപ്പുറത്ത് തുഴയാണെങ്കിൽ പോലും അയാൾ സ്കോർ ചെയ്യുന്നുണ്ട്. 38 ബോളിൽ 53 റൺസ്. മോശം എന്ന് പറയാൻ പറ്റില്ല. ഒരാൾ നിൽക്കുന്നത് നല്ലതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പേഴ്സണലി. ആളെ പുകഴ്ത്തി പറയുന്നതല്ല, കാരണം ലക്നൌവിന്റെ ഒരു ബാറ്റിംഗ് ലൈനപ്പ് വെച്ചിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ ഒരറ്റത്ത് നിൽക്കുന്നത് നല്ലതായിരിക്കും എന്ന് ഫീൽ ചെയ്യുന്നു ഇന്നത്തെ മത്സരം കണ്ടിട്ട്. അതെന്തായാലും നല്ലതാണ്. കാരണം മാർഷ് അടിച്ചു കളിക്കുകയാണ്. മർക്രാം ഇതുപോലെ ആങ്കർ ചെയ്ത് കൊണ്ടുപോകാന്നുണ്ടെങ്കിൽ അതൊരു നല്ല പ്രോപ്പറായിട്ട് അത് കണ്ടിന്യൂ ചെയ്യാനും പറ്റൂല. പക്ഷെ മാർക്കറിന് അത് ഒരു ഹിറ്റിംഗ് ഒരു പവർ രീതിയിലേക്ക് കൊണ്ടുവരാനും സാധിച്ചില്ല. അത് മാർക്കറ്റിന് ഇന്നത്തെ മെയിൻ ഇഷ്യൂ അത് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ മാർക്കറിന് വിഘ്നേഷിനെ കറക്റ്റ് അറ്റാക്ക് ചെയ്തിട്ടുള്ളത് മാർക്കം മാത്രമാണ്. മാർക്കം കറക്റ്റ് ആയിട്ട് വിഘ്നേഷിനെ മാക്സിമം സ്കോർ ചെയ്തത് മാർക്കമാണ്. മാർക്കം നന്നായിട്ട് വിഘ്നേഷിനെ ഓരോ പ്ലാൻ എന്തായാലും അവർക്ക് ഉണ്ടായിരിക്കും. എന്റെ അഭിപ്രായത്തിൽ മാർക്കത്തിന്റെ ആ ഒരു ബാറ്റിംഗ് തന്നെ എനിക്ക് തോന്നുന്നു ഇവരുടെ ബാറ്റിംഗ് ഡെപ്ത് ഒന്നും അത്രയും പറയാൻ പറ്റുന്നതല്ല. നമ്മൾ ആദ്യം പറഞ്ഞു, നിക്കോളാസ് പൂരൻ ഔട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മാർഷ് ഔട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ബാറ്റേഴ്സ് ഇല്ല. മില്ലറൊക്കെ ഉണ്ടെങ്കിൽ പോലും മില്ലറൊക്കെ എപ്പോ ഫോം ആവുമെന്നൊന്നും പറയാൻ പറ്റില്ല. മില്ലർ ഈ സീസണിൽ എനിക്ക് തോന്നുന്നു ഈ മത്സരത്തിൽ മാത്രമാണ് അവസരത്തിനൊത്ത് ഉയർന്നത്. ഒരു സ്കോർ ചെയ്യാൻ പറ്റില്ല, പ്രോപ്പറായിട്ട് സ്കോർ ചെയ്യാൻ പറ്റില്ല. ബാക്കിയൊക്കെ അത്യാവശ്യം സ്ട്രഗിൾ ചെയ്തിരുന്നു. ബദോനിയും അത്യാവശ്യം സ്കോർ ചെയ്തെന്ന് തോന്നുന്നു. ഓക്കെ, ലെസ്റ്റ് ബാറ്റിംഗ് വീക്ക് തന്നെയാണ്, പക്ഷെ അവര് സ്കോർ ചെയ്യുന്നുണ്ട് 200, 190, 220 ആ റേഞ്ച് ആയിട്ട്. അവരുടെ പ്രോപ്പർ പ്ലാൻ ഉണ്ട് അതില്. അവർക്ക് സ്കോർ ഇത്രയും വേണം എന്ന്, ആരൊക്കെ എങ്ങനെയൊക്കെ കളിക്കണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. അവർക്കറിയാം, അവരുടെ നെഗറ്റീവ്സ് അവർക്കറിയാം. ആ നെഗറ്റീവ്സ് അനുസരിച്ച് അതൊരു പോസിറ്റീവ് ആക്കി എടുക്കുകയാണ് അവർ ചെയ്യുന്നത്. പല മാച്ചിലെല്ലാം കണ്ടത് അങ്ങനെയാണ്. ഓക്കെ, അവർ റിസൾട്ട് ഉണ്ടാക്കുന്നുണ്ട് അത്യാവശ്യം. നമ്മൾ വിചാരിച്ചാലും മികച്ച രീതിയിൽ അവർ മുന്നോട്ട് പോകുന്നുണ്ട്. കിരൺ, മുംബൈ ബാറ്റിങ്ങിന് എന്ത് സംഭവിച്ചു? അല്ലെങ്കിൽ ഇത് മുംബൈ വിജയിച്ചു എന്ന് ഉറപ്പിച്ചിട്ട് മത്സരം പേഴ്സണലി. കാരണം കംഫർട്ടബിൾ ചേസ് പറഞ്ഞ സൂര്യകുമാർ നല്ല രീതിയിൽ ബാറ്റ് ചെയ്യും. തിലകപ്പുറത്ത് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവരുടെ സ്കോറിംഗ് 10 റൺ റേറ്റ് വെച്ച് കറക്റ്റ് പോയിരുന്നുണ്ട് 14 ഓവർ വരെ. ലാസ്റ്റ് 6 ഓവറിൽ 60 റൺസോ 70 റൺസ്, 36 ബോളിൽ 72 അങ്ങനെ എന്തോ മതിയായിരുന്നു. അവിടുന്ന് അങ്ങോട്ട് ആ ടീമിന് പിന്നീട് മത്സരം കൈവിട്ടു പോവാണ്. ഇപ്പൊ തിലകിന്റെ ബാറ്റിംഗ് ആണോ ടോട്ടലി അവരെ ബാധിച്ചത്, അതോ ഓപ്പണിംഗിലെ പ്രശ്നങ്ങളാണോ? നമ്മള് മുൻകളികൾ ചർച്ച ചെയ്ത പോലെ ഒരു പ്രമുഖ പ്ലെയർ നമ്മൾ പറയാറുണ്ട്, ആ പ്ലെയറുടെ ബാറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മളെ ഇന്നിങ്സിന്റെ സ്റ്റാർട്ടിങ് തൊട്ട് ഇരിക്കണം എന്ന് പറയാറുണ്ട്. പ്ലെയറുടെ അഭാവം നമുക്ക് ഫീൽ ചെയ്യിച്ചില്ല എന്നുള്ളതാണ് മുംബൈയുടെ ഓപ്പണിംഗിന്റെ ഒരു കരുത്തുണ്ടായിരുന്നത്. അതേപോലെ പോയി വന്നവരും കൊള്ളാം പോയവരും കൊള്ളാം. ആ ഒരു ലൈനപ്പ് രണ്ടിലും മുംബൈക്ക് ഗുണമില്ല എന്നുള്ള ലൈന്. പുള്ളിയുടെ അഭാവം അവിടെ ഫീൽ ചെയ്തില്ല. ഡഗ് ഔട്ട്ന്ന് പുള്ളി ഡയറക്ഷൻ കൊടുക്കണ്ടായിരുന്നു തോന്നുന്നു ഫസ്റ്റ് ഓവറിൽ തന്നെ പോരെ എന്നുള്ളത്. അപ്പൊ എന്തായാലും നമ്മാന്തിറിന്റെ ആ ഒരു പെർഫോമൻസ്, പുള്ളി കറക്റ്റ് ആ ചാൻസ് കറക്റ്റ് ആയിട്ട് ഗ്രാബ് ചെയ്ത് നന്നായി നല്ല രീതിയിൽ കളിച്ചു. അത് ഞാൻ ഒരിക്കലും നമ്മള് മുൻ കളികളിലൊക്കെ നമ്മള് ഏറ്റവും കൂടുതൽ വിമർശിച്ച അല്ലെങ്കിൽ കോമൺ ആയിട്ട് വിമർശനം കേട്ട ഒരു പ്ലെയറാണ് നമ്മാന്തിർ.
എന്തിനെ ഇറക്കുന്നു അല്ലെങ്കിൽ എന്തിനെ ഒന്ന് കളിക്കുന്നു ആള് എന്നൊക്കെ പല രീതിയിൽ കറക്റ്റ് ആള് പവർ പ്ലേയില് ഇന്ന് യൂസ് കറക്റ്റ് രീതിയിൽ ചെയ്യുന്നുണ്ട് ആള്. കളിച്ചു. പക്ഷെ ആ, ഫസ്റ്റത്തെ 1-2 ഓവർ ഉണ്ട് ദിഗ്വേഷ് ഷാത്തിന്റെ ഫസ്റ്റ് ഓവറാണ് ഞാൻ കാണുന്നത്. രണ്ടാമത്തെ ഓവർ ഫസ്റ്റ് സ്പെല്ല് ഞാൻ വെച്ചതും ക്ലീൻ ബോൾഡാണ്. കറക്റ്റ് ആയിട്ട് പുള്ളിയുടെ ആ ഒരു ബോള് നമതിര് ടോട്ടലി ഒരു ക്ലൂലെസ് ആയി പോയിരുന്നു ആ ബോളിനുള്ളിൽ. കറക്റ്റ് പക്ഷെ ഒരു കിടിലൻ അയാൾ പടം അയാളുടെ ജോബ് കറക്റ്റ് ചെയ്തിരുന്നു. പവർ പ്ലേയിൽ വരിക, സ്കോർ ചെയ്യാന്നുള്ളതാണ്. പക്ഷെ സ്കോർ മുംബൈയുടെ ചെയ്യുക. കാരണം ബാറ്റിംഗിൽ എവിടെ പഴിച്ചത് കിരണം ഫീൽ ചെയ്തിട്ടുള്ളത്? മുംബൈയുടെ ബാറ്റിംഗ് എങ്ങനെ ഒരു ബാറ്റിങ്ങിൽ എനിക്ക് കംഫർട്ടബിൾ ചേസ് തോന്നുന്നു എന്നുള്ള തിലക് വർമ്മ ഈ സീസണില് സ്കോർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പുള്ളി കുറെ ബോൾ ഇങ്ങനെ ടച്ചിൽ വന്ന് അടിക്കാൻ മീൻസ് അവസാനത്തേക്ക് വെക്കാന്നുള്ള ഒരു രീതിയാണ് പുള്ളി ഫോളോ ചെയ്ത് പറഞ്ഞിരുന്നത്. കാരണം പുള്ളി ടച്ച് ചെയ്ത് വരുമ്പോഴേക്കും ഓൾമോസ്റ്റ് പുള്ളി ഒരു 20-25 ബോള് കളിക്കുന്ന സമയത്ത് തന്നെ ഇതിപ്പോ ഒരു ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഗുജറാത്തിനെതിരെ മത്സരത്തിലും സംഭവിച്ചത് സെയിം ആണ്. അയാള് ബോൾ നല്ല രീതിയിൽ ഫേസ് ചെയ്തിരുന്നു. സ്ട്രൈക്ക് റേറ്റ് 110 എങ്ങാനാണ്. ഈവൻ ചെന്നൈക്കെതിരെ അടിക്കുന്നുണ്ടെങ്കിൽ പോലും ചെന്നൈക്കെതിരെ അയാൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ചില ബോളുകളിലൊക്കെ. അയാൾ സ്കോർ ചെയ്യുന്നുണ്ട്. അയാളുടെ ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട് അയാൾ ഇന്ന് കളിക്കും എന്നുള്ള രീതിയിലാണ്. പക്ഷെ അയാൾ ഫെയിലായി പോവാണ് ഓരോ മത്സരത്തിലും. എനിക്ക് തോന്നുന്നു ഇന്നത്തെ മത്സരത്തിൽ അയാളുടെ ഫെയിലാവുന്നതിന്റെ കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, കാരണം ഇന്ത്യ സൗത്ത് ആഫ്രിക്കയിൽ പോയി T20 കളിക്കുന്ന സമയത്ത് പുള്ളി ഓൺ ഡൗൺ ഇറങ്ങിയിട്ട് സെഞ്ചുറി ഒക്കെ അടിക്കുന്നുണ്ട്. പുള്ളി അതെ, അവിടെ കോൺഫിഡന്റ് ആണ്. പുള്ളിയുടെ ആ ഒരു നമ്പർ 3 പൊസിഷനിൽ പുള്ളി കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്ത് കംഫർട്ടബിൾ ആയിട്ട് കളിക്കുന്നുണ്ട്. ബട്ട് ഇവിടെ ഇത്രയും ഡൗൺ ദി ഓർഡർ ഒക്കെ ഇറങ്ങുമ്പോൾ അതും പുള്ളിയുടെ ഒരു കംഫർട്ട് സോണിൽ നിന്ന് കളിക്കാം. മുന്നേയൊക്കെ മുംബൈക്ക് വേണ്ടിയിട്ട് നമ്പർ 4 നമ്പർ 5 ഒക്കെ സ്ഥിരം കളിക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പൊ കംഫർട്ടായിട്ട് പുള്ളി നമ്പർ 3 ഇന്ത്യക്ക് വേണ്ടി കളിക്കുകയാണ്. അപ്പം നമ്പർ 3 തന്നെ കളിപ്പിച്ചൂടെ ഇവർക്ക്? എന്തുകൊണ്ടാണ് ഇത്രയും ഡൗൺ ദി ഓർഡറേക്ക് പുള്ളിയെ തന്നെ ഡൗൺ ആക്കുന്നതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അത് ആ കാര്യത്തിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് മുംബൈയിൽ നിന്ന് പവർ പ്ലേ അറ്റാക്ക് ചെയ്ത് കളിക്കാന്നുള്ള രീതിയിലാണ് ഞമാന്തിറിനെ പവർ പ്ലേയിൽ ചെയ്തിട്ടുള്ളത്. അത് കറക്റ്റ് ആകാശ് ദീപിനെ അയാൾ അറ്റാക്ക് ചെയ്ത് സ്കോർ ചെയ്യുന്നുണ്ട്. ഇയാള് കുറച്ചുകൂടെ പവർ പ്ലേക്ക് ശേഷം ഇറങ്ങി ഡീപ്പായിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ ആണ്. സ്റ്റിൽ അറ്റാക്ക് ചെയ്യാൻ ഏത് സമയത്തും അറ്റാക്ക് മോഡിലോട്ട് മാറാൻ പറ്റും പറഞ്ഞ തിലകിന്. പക്ഷെ ഈ സീസണിൽ അത് അയാൾക്ക് പറ്റിയിട്ടില്ല. എന്തായാലും തിലകിന്റെ ബാറ്റിംഗ് നല്ല രീതിയിൽ ഇന്ന് മുംബൈയെ ബാക്ക് ഫുട്ടിലാക്കിയിട്ടുണ്ട്. നല്ല അതിന്റെ രീതിയിൽ. കാരണം ഒരു 100-നടുത്തോളം ഒരു 100-110 ആ സ്ട്രൈക്ക് രീതിയിലായിരുന്നു റേറ്റ് മാത്രമല്ല, മത്സരം സ്ട്രൈക്ക് റേറ്റ് കണ്ടു ഉണ്ടായിരുന്നത്. കഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിൽ അയാൾ സ്ട്രഗിൾ ചെയ്യുന്നു. സ്കോർ പുള്ളി ചെയ്യാൻ നോക്കുന്നുണ്ട്. സ്ട്രഗിൾ ലാസ്റ്റ് ചെയ്ത് റിട്ടയർഡ് ഔട്ട് ആയിട്ടാണ് മാറുന്നത്. ഔട്ട് വിക്കറ്റ് പുറത്തായിട്ടല്ല പോകുന്നത് അയാള്. ഇന്നത്തെ മത്സരത്തിൽ മാത്രമല്ല, സീസണിലെ ഋഷഭ് പന്തിനെ എങ്ങനെ ഒരു പാവമാണ് ആള്. പക്ഷെ എന്താണ് അയാൾ ചെയ്യുന്നത്? അല്ലെങ്കിൽ അയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഫീൽഡിൽ പോലും അയാൾ ക്ലൂലെസ് ആയിട്ട് പോവാണ്. ബാറ്റിംഗിൽ വരുമ്പോൾ കിടന്ന് കറങ്ങുകയാണ് പുള്ളി. എന്ത് സ്കോർ ചെയ്യണം? സിംഗിളുടെ സ്ട്രൈക്ക് കൈമാറുന്ന പരിപാടി പോലും അയാൾക്ക് പറ്റുന്നില്ല. അറ്റാക്ക് ചെയ്തിട്ട് ഫ്രസ്ട്രേഷൻ വന്നിട്ട് അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടാണ് എപ്പോഴും വിക്കറ്റ് നഷ്ടപ്പെടുന്നത്. എന്തുകൊണ്ട് അയാൾക്ക് സ്കോർ ചെയ്യാൻ ആകെ 17 റൺസ് എങ്ങാനാണ് ഈ 4 മത്സരങ്ങളിലായിട്ട് ഒരു ക്യാപ്റ്റൻ ടോപ്പ് ഓർഡറിൽ ഇറങ്ങിയിട്ടാണല്ലോ. അത് ലാസ്റ്റ് 2-3 പന്തിന് വേണ്ടി ഇറങ്ങിയിട്ടല്ല അയാൾ ഔട്ട് ആവുന്നത്. അയാൾക്ക് അവസരം വരുന്നുണ്ട് ബാറ്റിംഗ് നല്ല രീതിയിൽ. അയാൾ എന്താണ് അയാൾക്ക് പറ്റിയത്? പുള്ളി വൈറ്റ് ബോളിൽ അത്രയും പെർഫോമൻസ് ഒന്നും ഇപ്പം ഈയിടെ ആയിട്ടൊന്നും ഉണ്ടാവുന്നില്ല. കുറെ ഈ ഒരു ആക്സിഡന്റൊക്കെ ശേഷം ഒരു കംബാക്ക് നടത്തിയിട്ട് പോലും പുള്ളി പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് കഴിഞ്ഞ IPL അത്യാവശ്യം നല്ല ഇന്നിങ്സുകൾ, ഈവൻ CSK ആയതുകൊണ്ട് അയാൾ രണ്ടാമത്തെ മത്സരം 50 എങ്ങനെ അടിക്കുന്നുണ്ട്. ഇന്നിങ്സുകൾ ഉണ്ടല്ലോ അയാൾക്ക് കഴിഞ്ഞ IPL. പക്ഷെ ഇത് പറ്റാപത്തായിട്ടല്ലേ അല്ല, ഫീൽ ഇത് ചെയ്യുന്നത്? പ്രഷർ ആവുന്ന ഒരു കൂട്ടത്തിലാണെന്ന് തോന്നിയിട്ടില്ല. പ്രഷറൊക്കെ പുള്ളിക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല. മേ ബി ഓണറിന്റെ പ്രഷറൊക്കെ ഉണ്ടായിരിക്കാം. ബട്ട് അത് എനിക്ക് തോന്നുന്നില്ല. അത് മേ ബി പുള്ളിയുടെ ആ ഒരു ബാറ്റിംഗ് പൊസിഷനോ അല്ലെങ്കിൽ എന്തേലും അവരുടെ ആ ഒരു എന്തായാലും ആ ഇന്റന്റിനനുസരിച്ച് ഒരു പുള്ളി കളി. ഓപ്ഷനിൽ വന്ന പ്രൈസ് വാല്യൂവിന്റെ ഒരു പ്രഷർ എന്തായാലും ഉണ്ടായിരിക്കും. പക്ഷെ സ്റ്റിൽ എന്തെങ്കിലും ഡെലിവറി ചെയ്യേണ്ടത്. സ്റ്റാർ പ്ലെയർ അല്ലേ, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അയാളുടെ മോശം ഫോം ഒന്നുമല്ലല്ലോ. ഇപ്പൊ ധോണി അല്ലെങ്കിൽ അങ്ങനത്തെ പ്ലേയേഴ്സ് പോലെ ഏജ്ഡ് ആയതിന്റെ പ്രശ്നങ്ങളൊന്നുമല്ല. കംപ്ലീറ്റ്ലി ആ ലൈനപ്പിന്റെ തന്നെ ഒരു ബാധ്യതയാണ്. കാരണം മാർഷ് വന്ന് സ്കോർ ചെയ്യുന്നുണ്ട്, പൂരൻ വന്ന് സ്കോർ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞു വരുന്നത് പണ്ട് വന്നിട്ട് അങ്ങ് നെഗറ്റീവ് ആക്കുകയാണ്. അതെ അതെ. അല്ല, ഞാൻ പറഞ്ഞത് പന്തിന് ചിലപ്പോ ഫോം ആണെന്നുണ്ടെങ്കിൽ CSK തന്നെ തിരിച്ചു വരേണ്ടി എന്ന് പറയാം. CSK ആയിട്ട് മാച്ച് വരുമ്പോ ഓക്കെ CSK അങ്ങനെ. ആയിട്ട് മാച്ച് വരുമ്പോ CSK എല്ലാ ബാറ്റേഴ്സിനെയും ബോളേഴ്സിനെയും ഫോം ആക്കി കൊടുക്കുന്ന ഒരു ടീം. കിരൺ, ദിഗ്വേഷ് രതി ഇപ്പോ പ്രമുഖ ഫാൻസ് അയാളുടെ ആറ്റിറ്റ്യൂഡിനെയും സെലിബ്രേഷനും ഒക്കെ വിമർശിക്കുന്നുണ്ട്. അയാൾക്ക് അതിനുള്ള അർഹത ഉണ്ടെന്ന് തോന്നുന്നു. അയാൾ നല്ല രീതിയിൽ ബോൾ ചെയ്യുന്നുണ്ട്. എന്താണ് അയാളുടെ ബോളിങ്ങിനെ പറ്റിയിട്ട്? കഴിഞ്ഞ ഒരു മത്സരത്തിലല്ല, 4 മത്സരങ്ങളിലും അയാൾ നല്ല രീതിയിൽ മികച്ച രീതിയിൽ പന്തെറിഞ്ഞിട്ടുണ്ട്. എന്താണ് അയാളുടെ ഒരു ബോളിംഗ്? അല്ലെങ്കിൽ അയാൾ ഇനിയും പെർഫോമൻസ് ചെയ്യുന്നു കരുതുന്നുണ്ടോ? ന്യൂ ബോളറാണ്. പുതിയ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ചുവട് വെച്ചിട്ടുള്ളൂ. നമുക്കറിയാം വിഘ്നേഷ് പുത്തൂരൊക്കെ പുതിയൊരു പ്ലാറ്റ്ഫോമിലേക്ക് ചുവട് വെച്ചിട്ടുള്ളൂ. ചിലപ്പോ റീഡ് ചെയ്ത് പ്രോപ്പറായിട്ട് എല്ലാ പ്ലേയേഴ്സിനും പരിചയപ്പെട്ട് വരുമ്പോ ചിലപ്പോ ഫസ്റ്റ് 1-2 സീസണിലേക്ക് നമുക്കറിയാം കൊൽക്കത്തയിൽ ഒരു സുയേഷ് ശർമ്മ ഉണ്ടായിരുന്നു. മറ്റേ സ്റ്റാർട്ടിങ്ങിലൊക്കെ പുള്ളി നല്ല ഇമ്പാക്ട് ആയിരുന്നു. പിന്നീട് അത് ഒന്ന് പിന്നോട്ട് വന്നു. അതേപോലെ ആവോന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. എന്നാലും സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു ഇത് കീപ്പ് ചെയ്യാൻ പറ്റിയ പുള്ളിക്ക് വേരിയേഷൻസ് നല്ല രീതിയിലേ ആള് ഇപ്പൊ വരുൺ ചക്രവർത്തിയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 113 കയറിട്ട് അടുത്ത് കയറിയുന്നത് ചിലപ്പോൾ 90-ലായിരിക്കും. പേസ് വേരിയേഷൻസ് എല്ലാം വരുത്തുന്നുണ്ട് ദിഗ്വേഷ് രതി. അത് അയാൾക്കൊരു പോസിറ്റീവ് ആണ്. അറിയില്ല, റീഡ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരു സുനിൽ നാരായൺ ടൈപ്പ് ബോളിംഗ് ആണ്.
ആള് ബോള് ഫിംഗർ കാണിച്ചു കൊടുക്കുന്നില്ല ബാറ്റേഴ്സിന്. അശ്വനി സഞ്ജയുടെ ഇഷ്ടതാരം മുംബൈയിൽ വരണമെന്നൊക്കെ കരുതി മുംബൈയിൽ ഡെബ്യൂ ചെയ്യുന്നു. ഫസ്റ്റ് മത്സരത്തിൽ തന്നെ അയാൾ 4 വിക്കറ്റ് എടുക്കുന്നത്, രണ്ടാമത്തെ മാത്രം ഇന്ത്യൻ താരം എന്നുള്ള റെക്കോർഡൊക്കെ നേടുന്നു. പക്ഷെ തൊട്ടടുത്ത മത്സരത്തിൽ, അതായത് ഇന്ന്, അയാള് കംപ്ലീറ്റ്ലി അയാളെ അടിച്ചു വിടുകയാണ്. ഓരോ ബാറ്റേഴ്സും ആര് വന്നാലും ഒരു ഓവറിൽ മാത്രം എങ്ങനെ അയാൾ കുറച്ച് ബഹുമാനം ബാറ്റേഴ്സിന് കിട്ടുന്നത്, ബാക്കി 2 ഓവറിൽ നല്ല രീതിയിൽ അടി കിട്ടി. എന്താണ് സഞ്ജയ്ക്ക് ഫീൽ ചെയ്യുന്നത്? അത് തിരിച്ചു വരുമോ? ഞാൻ ആ കഴിഞ്ഞ റിവ്യൂവിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മേ ബി അടുത്ത കളി ചിലപ്പോ ചെണ്ടയാവും. അടി കിട്ടിയേക്കാം എന്ന്. എനിക്ക് കാരണം വേറെ ഒന്നുമില്ല, നമ്മുടെ ഒരു വേരിയേഷൻസ് ഒന്നും അത്രയും വരുത്തിയില്ല. മാർഷ് ആൾറെഡി 6th ഓവറാണ് എറിയുന്നത്, ലാസ്റ്റ് ഓവർ ഓഫ് പവർ പ്ലേ. മാർഷ് അത്രയും ഫോമിൽ നിൽക്കുകയാണ്. ഫസ്റ്റ് ഓവർ 3 റണ്ണ് മാത്രമേ അടിച്ചിട്ടുള്ളൂ. അവിടെ റണ്ണ് കയറിയില്ല എന്നുള്ളൊരു ഇതും എല്ലാം നോക്കിയിട്ട് മാർഷ് ആൾറെഡി റീഡ് ചെയ്ത് കഴിഞ്ഞു. പുള്ളിയുടെ ഒരു ലെങ്ത്, ഒരു സെയിം ലെങ്ത് ഓഫ് ലൈനിൽ എറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ പുള്ളിക്ക് ഈസി ആയിട്ട് പിക്ക് ചെയ്യാൻ പറ്റും എന്ന് കരുതിയിട്ട് തന്നെ പവർ പ്ലേ മാർഷ് ആണ്, പവർ പ്ലേ ഉറപ്പായിട്ടും ആണ്. അത്. പവർ പ്ലേയിൽ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർഷ് പവർ പ്ലേ സ്പെഷ്യലിസ്റ്റ് ആണ്. ആൾക്ക് പിക്ക് ചെയ്ത് അതെ ജസ്റ്റ് സർക്കിളിന് പുറത്തേക്ക് ഇടേണ്ട പണിയേ ഉള്ളൂ. അതെ അതെ അതുകൊണ്ട് പുള്ളി ആ ഒരു ലാസ്റ്റ് പവർ പ്ലേ ആയതുകൊണ്ട് കുറച്ചൊന്നും പോയി. പിന്നെ ആ ഓവർ കാരണം സെക്കൻഡ് ഓവറും ബദോനി എന്താ സെക്കൻഡ് സ്പെല്ല് തേർഡ് ഓവർ എറിയുന്നത്, അതും 10-13 റണ്ണം കണ്ട പോയിട്ടുണ്ടായിരുന്നു. ബദോനിയുടെ വിക്കറ്റ് പക്ഷെ ലക്കി 15. വിക്കറ്റ് ആണ്. വൈഡ് യോർക്കർ ഇട്ടിട്ട് അതെ ബദോനി വെറുതെ ശ്രമിച്ചതാണ് അത്. അതെ ലെഗ് സൈഡ് വന്നിട്ട് കാര്യമില്ല എന്ന് അറിയാം. ഉം. എന്തായാലും ലെഗ് സൈഡ് കളിക്കുന്നുള്ളൂ. ബദോണി ആ എന്തായാലും ആ സൈഡ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവിടെ ഒരു ഓഫ് കട്ടർ പോലെ ഒരു ബോൾ എറിഞ്ഞ്, ആ ഓഫ് കട്ടർ സ്ലോ ആണെന്ന് ഒരു 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 ബോൾ വൈഡ് എറിഞ്ഞ് യോർക്കർ, സ്ലോ യോർക്കർ. ബദോനി ജസ്റ്റ് ബാറ്റ് വെക്കുന്ന ബാറ്റിലായിട്ട് കീപ്പറിന്റെ കൈ. ബാറ്റ്. കിരൺ, മിച്ചൽ സാന്റനറെ പറ്റി അറിയില്ല. കാരണം നല്ല രീതിയിൽ എക്കണോമിക് റെക്കോർഡുകളൊക്കെ ഉള്ള ആളാണ് IPL. വളരെ കുറഞ്ഞ മത്സരങ്ങളെ CSKക്ക് വേണ്ടി കളിച്ചിട്ടുള്ളൂ. പക്ഷെ മുംബൈക്ക് വേണ്ടി ഇതുവരെ കളിച്ച മത്സരങ്ങളിൽ ആള് എക്കണോമിക്കലായിട്ട് പന്തെറിഞ്ഞിരുന്നു. പക്ഷെ കംപ്ലീറ്റ്ലി ആള് ഇന്ന് എല്ലാ ബാറ്റേഴ്സും അയാൾ റീഡ് ചെയ്യുന്ന, അറ്റാക്ക് ചെയ്യുന്ന, നല്ല രീതിയിൽ റൺസ് പോകും. നല്ല രീതിയിൽ മീൻസ് ബ്രൂട്ടൽ അറ്റാക്ക് അല്ല, സ്റ്റിൽ അയാളുടെ ഓരോ ഓവറുകളിലും റൺസ് പോകുന്നുണ്ടായിരുന്നു. ആള് തിരിച്ചു വരുമോ മുംബൈയുടെ? കാരണം മുംബൈക്ക് സ്പിൻ ഓപ്ഷൻസ് കുറവാണ്. ഈ വിഘ്നേഷിനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കണം അവര്. ഈ സാന്ററാണ് ഒരു മെയിൻ സ്പിന്നർ, പ്ലസ് വിഘ്നേഷ്. ഈ വിഘ്നേഷ് എക്സ്പോസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി സാന്റർ കൂടെ ഫോം ഔട്ട് ആയി കഴിഞ്ഞാൽ മുംബൈ ബോളിങ്ങിനെ എത്ര രീതിയിൽ ബാധിക്കും? സാന്റർ തിരിച്ചു വരും. സാനർ തിരിച്ചു വരും എന്തായാലും. പല പ്രമുഖ ബോളറെ പോലെ, അതായത് സുനിൽ നരൈൻ, റഷീദ്, അങ്ങനെ പല ഫേമസ് ബോളേഴ്സിനെ പോലെ 1-2 വളരെ കുറച്ച് കളികൾ മാത്രമാണ് പുള്ളി അങ്ങനെ എക്സ്പോസ് ആയിട്ടുള്ളൂ. പുള്ളിക്ക് അങ്ങനെ അധികം, പുള്ളിയെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പുള്ളി അധികം അങ്ങനെ ടോപ്പ് വിക്കറ്റ് ടേക്കിംഗ് ബോളർ ഒന്നല്ല. പക്ഷെ എടുക്കുന്ന വിക്കറ്റ്സ് ചിലപ്പോൾ നിർണായക വിക്കറ്റ്സ് ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ കൺട്രോൾ ചെയ്ത് ബോൾ എറിയാൻ റൺസ് കഴിയാവുന്ന ഒരു കൊടുക്കില്ല, അത് വലിയ ഒരു പ്രത്യേകതയാണ്, അല്ലെങ്കിൽ അയാളുടെ റൺസ് ക്വാളിറ്റിയാണ്. കൊടുക്കും. പിന്നെ എക്സ്പീരിയൻസ് ഉണ്ട്, അയാൾ T20 തിരിച്ചു വരും തന്നെയാണ് കരുതുന്നത്. T20 അതാണ് വേണ്ടത്, റൺസ് കൊടുക്കില്ല. പക്ഷെ പുള്ളി തിരിച്ചു വരും. പിന്നെ പുള്ളിയുടെ ബാറ്റിംഗിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ബാറ്റിംഗ് തന്നെ പ്രോപ്പർ ആയിട്ട് പുള്ളിക്ക് അങ്ങനെ ചാൻസ് കിട്ടിയിട്ടില്ല. അപ്പോ അങ്ങനെ ചാൻസ് വരികയാണെന്നുണ്ടെങ്കിൽ അതും കൂടി പുള്ളിക്ക് ആ ഒരു കഴിവ് തെളിയിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുള്ളി സ്ഥിരമായിട്ട് ചിലപ്പോൾ ടീമിൽ എന്തായാലും ഉണ്ടാവും. അല്ല, പിന്നെ വേറെ ബോളിംഗ് മുംബൈ ഓപ്ഷൻ മുംബൈ ടീമിൽ അയാൾ എന്തായാലും ഉണ്ടാവും. കാരണം മുംബൈക്ക് അയാളെ പിന്നെ വേറെ പുറത്താക്കാനുള്ള ബോളിംഗ് വകുപ്പില്ല. ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടും ബോളിംഗ് ഓപ്ഷൻ ഇല്ല. പുള്ളിക്ക് കൂടാണ്. പണ്ട് CSKയിൽ പറ്റിയെന്ന് പറഞ്ഞാൽ സ്പിന്നേഴ്സ് ഉണ്ടായിരുന്നു, ജഡേജ സി ഉണ്ടായിരുന്നു എസ് അവിടെ. കെയില് അയാളുടെ സെയിം പ്രൊഫൈൽ പ്ലെയർ ഉണ്ടായിരുന്നു. അതിന് CSK കുറ്റം പറയാൻ പറ്റില്ല. CSK പിന്നെ എടുത്തു വെച്ചു. CSK ലോ പ്രൈസിനാണ് എടുത്തു വെക്കുന്നത്. അല്ലാതെ CSK പിന്നെ വലിയ ഫോറിൻ രീതിയിൽ ഫോറിൻ സ്പോർട്സ് ഓൾറെഡി അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഫീൽഡ് ആയിരിക്കും. ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അതെ അതെ. ചാൻസ് കിട്ടിയിരുന്നില്ല. ഇവിടെ പിന്നെ അതിനുള്ള ബിഗ് ഓപ്പർച്യൂണിറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ സാനാർക്ക് തുറന്നു തന്നിരിക്കുന്നത്. ഒരു സീസൺ IPL മുഴുവൻ കളിക്കാന്നുള്ള ഒരു വലിയ ഓപ്പർച്യൂണിറ്റി എന്തായാലും തിരിച്ചു വരും തന്നെയാണ് വിശ്വസിക്കുന്നത്. ചർച്ച ചെയ്യുമ്പോൾ ഡീപ്പായിട്ട് പോകേണ്ട ആവശ്യമില്ല. മുംബൈക്ക് ചില ഭാഗത്ത് വന്ന പിഴവ്, തിലകിന്റെ സ്ട്രഗ്ലിംഗ് ഒക്കെ അവരെ നല്ല രീതിയിൽ എഫക്ട് ചെയ്യുക, അതാണ് തോൽവിയിലോട്ട് പോയത്. അല്ലെങ്കിൽ മുംബൈ വളരെ ഈസി ആയിട്ടല്ലേ, കംഫർട്ടബിൾ ആയിട്ട് തന്നെ ചേസ് ചെയ്യേണ്ട ഒരു മത്സരമായിരുന്നു. ഒരു മത്സരത്തിൽ മാത്രമാണ് മുംബൈ ഓപ്പണിംഗ് ബോളിംഗ് ഡിയോക്ക് ഫോം ആവാൻ പറ്റിയിട്ടുള്ളത് ഈ സീസണിൽ. ദീപക് ചഹാർ, ട്രെന്റ് ബോൾട്ടിനും രണ്ടുപേർക്കും നല്ല രീതിയിൽ പവർ പ്ലേ റെക്കോർഡുകളൊക്കെ ഉള്ളതാണ്. പക്ഷെ രണ്ടുപേരും ഇന്ന് ആ ഒരു എഫക്റ്റീവ്നെസ് കണ്ടെത്താൻ പറ്റുന്നില്ല രണ്ടുപേർക്കും. ഹർദിക് പാണ്ഡ്യ ലാസ്റ്റ് പന്തെടുക്കേണ്ടി വരികയാണ്. ബുംറ ഇല്ലെങ്കിൽ പോലും, ബുംറ വന്നാലും പവർ പ്ലേയിൽ ബുംറ ഓവറൊക്കെ എറിഞ്ഞ ആയി. ഇവരെന്നെ 5 ഓവർ എറിയേണ്ടി വരും ഈ പറഞ്ഞ ഡിയോ. ഇവർക്ക് ഇനിയും ഫോമിലോട്ട് എത്താൻ പറ്റാത്തതിന്റെ റീസൺ, അല്ലെങ്കിൽ ഇനി ഇവര് എക്സ്പോസ്ഡ് ആയി പോയതാണോ, അല്ലെങ്കിൽ ഇവർക്ക് പീക്കിലോട്ട് ഇനി കംബാക്ക് ഒരു സാധ്യമാണോ? ദീപക് ചാറിന്റെ കാര്യം നമുക്കറിയാം. ദീപക് ചാർ ഇപ്പോ ഒരു ഓൺ ആൻഡ് ഓഫ് കൈൻഡ് ഓഫ് ആണ്. അതുപോലെ ബോൾട്ടും നമുക്ക് എപ്പോഴും പറയാൻ പറ്റും. ബോൾട്ടിന് ഒരു നല്ലൊരു പാർട്ണർഷിപ്പോ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ബോൾട്ട് കുറച്ചുകൂടെ നന്നായിട്ട് പവർ പ്ലേയിൽ എറിയും എന്നാണ് എന്റെ വിശ്വാസം. പിന്നെ ബുംറ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇന്നത്തെ മത്സരത്തിൽ ടോസ് ടൈമിൽ ഹാർദിക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബുംറ ഉടനെ തന്നെ വരുമെന്ന് പറയുന്നുണ്ട്. ബുംറയും കൂടെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഇവർക്ക് ഈസി ആവും തോന്നുന്നു, ഇവർക്ക് രണ്ടുപേർക്കും, ബോൾട്ടിനും ദീപക്കിനും. ദീപക് ചഹർ CSKത്തെ 1-2 സീസൺ ഒഴിച്ചു കഴിഞ്ഞാൽ ടോട്ടലി അല്ലെങ്കിൽ കൂടി ഒരു പരിധി വരെ എക്സ്പോസ്ഡ് ആയിട്ട്, അതായത്
പണ്ടെന്നൊക്കെ പറഞ്ഞ പവർ പ്ലേയിലൊക്കെ ഒരു വിക്കറ്റ് അശ്വയുടെ ആയിരുന്നു. അല്ല, അയാളുടെ പിന്നീട് സ്വിങ് അങ്ങോട്ട് വെച്ചിട്ട് അയാള് വിക്കറ്റ് നേടിത്തരുമായിരുന്നു. ആള് പരിക്കുകൾ ഉണ്ടെങ്കിൽ പോലും. പക്ഷെ ആൾക്ക് ഇപ്പൊ അത് മുംബൈയിൽ തീരെ പറ്റുന്നില്ല. ഒരു മത്സരത്തിൽ മാത്രമാണ് ആൾക്ക് ഒന്ന് നൈസായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അതേപോലെ മുംബൈയുടെ ഓപ്പണിംഗ് ബാറ്റിംഗ്, ഓപ്പണിംഗ് ബോളിംഗ്, ഇത് രണ്ടും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഓപ്പണിംഗ് ബാറ്റിംഗിൽ ആര് വന്നാലും ഫെയിലിയർ ആവുന്ന അവസ്ഥ. പക്ഷെ ഇത് ഫസ്റ്റ് പരീക്ഷണമാണ് രോഹിത് ശർമ്മക്ക് അപ്പുറം എന്നുള്ള രീതിയിൽ. അപ്പോൾ മുംബൈയുടെ ഓപ്പണിംഗ് അവർക്ക് ഒരു തലവേദന തന്നെയല്ലേ. കാരണം നമ്മൾ ഒരിക്കൽ ചർച്ച ചെയ്തതാണ് മുംബൈയുടെ ഓപ്പണിങ്ങിനെ കുറിച്ചിട്ട്. സ്റ്റാർട്ടിങ് അവർ ബാറ്റിങ്ങിന് ഒരു തലവേദന അല്ലേ. സ്ക്വാഡ് വെച്ച് പേരുകൾ നോക്കുമ്പോൾ എത്ര വലിയ പേരുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവർ പെർഫോം ചെയ്തില്ലെങ്കിൽ പിന്നെ ആ പേരുകൾക്ക് കാര്യമില്ലല്ലോ. എന്താണ് നിങ്ങളുടെ ഒരു അനാലിസിസ്? മുംബൈയുടെ കാര്യം പറയുകയാണെങ്കിൽ ടോപ്പ് ഓർഡറിലെ ആ ഒരു ഇന്നത്തെ ഒരു ചേഞ്ച് വന്നതുകൊണ്ടായിരിക്കും. രണ്ടുപേരും നല്ലൊരു T20 ഓപ്പണേഴ്സ് ആണ്. കറന്റ്ലി നന്നായിട്ട് പെർഫോം ചെയ്യുന്നവരാണ്. രോഹിത് ശർമ്മ ഇല്ലാതെ ഒരു രണ്ട് മൂന്ന് കളിയും കൂടെ കിട്ടുവാണെങ്കിൽ ചിലപ്പം ഈ ഒരു ടോപ്പ് ഓർഡർ ഇതും കുറച്ച് നന്നായേക്കാം. അതെ. കാരണം അവർക്ക് വിൽ ജാക്സന് കഴിഞ്ഞ വർഷം 3-4 നല്ല ഇന്നിങ്സുകൾ ഉണ്ടല്ലോ. പക്ഷെ അയാള് ഇറങ്ങിയിട്ടുള്ളത് വൺ ഡൗൺ ആയിട്ട് അതുകൊണ്ട് RCBക്ക് വേണ്ടിയിട്ട്, കോഹ്ലിയും ഫാഫും കഴിഞ്ഞിട്ട്. സ്റ്റിൽ അയാൾ ഓപ്പണിംഗ് കളിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. അയാള് പെർഫോം ചെയ്യട്ടെ, മുംബൈക്ക് നല്ല രീതിയിൽ തിരിച്ചു വരാൻ സാധിക്കട്ടെ. പക്ഷെ ഇന്നത്തെ മത്സരത്തിൽ അത്യാവശ്യം പന്തിനപ്പുറം എല്ലാവരും ഇവൻ നിക്കോളാസ് പൂറിനടക്കം ഇന്റന്റ് കാണിക്കുന്നുണ്ട്. മാർഷ് ഉണ്ട്, മാക്രം ഉണ്ട്, പൂറൻ, പന്ത്, പക്ഷെ പന്തിന്റെ ഫോം മില്ലറിന് ഫോമിലോട്ട് എത്താൻ പറ്റുന്നില്ല എന്നൊക്കെ ഒരു പ്രശ്നം തന്നെയല്ലേ. അതാണ് ആവാതിരിക്കാം. ഒരു 50-50 ചാൻസിൽ ഓടുന്ന പ്ലേയേഴ്സ് ആണ്. പിന്നെ ബഡോണിയൊക്കെ എന്ന് പറഞ്ഞ ഒരു ഹിറ്ററാണ്, ഒരു പോക്കറ്റ് ഡൈനാമോ ഒക്കെ അങ്ങനെയൊക്കെ പറയുന്ന രീതിയിൽ ബദോനി വരെ അടിക്കാണ്. പക്ഷെ അയാള് സ്കോർ ചെയ്യാൻ നോക്കുന്നതൊക്കെ സഞ്ജയ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അയാള് ബാക്കിലോട്ട് സ്കൂപ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ ഷോട്ട്സ് മാത്രം അയാൾ ട്രൈ ചെയ്യുന്നത്. അയാൾക്ക് ഹിറ്റിംഗ് പവർ കുറവാണ്, വളരെ ടെക്നിക്കൽ എബിലിറ്റി കുറവായിട്ടില്ല ഫീൽ ചെയ്തിട്ടുള്ളത്. അതെ, ടെക്നിക്കൽ എബിലിറ്റി കുറവുണ്ട്, നല്ല രീതിയിൽ കുറവുണ്ട്. അതിന്റെ കാണാനുണ്ട്. നമ്മള് ഇന്നത്തെ വിക്കറ്റ് പോയി തന്നെ അവർ അവിടെ ഒരു പ്ലാൻ നടത്തിയിട്ട് വിക്കറ്റ് എടുക്കുകയാണ് ചെയ്തത്. വൈഡ് ലൈനിൽ എറിഞ്ഞുകൊണ്ടിരിക്കുക, പുറകിൽ അടിച്ചാലേ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് അറിഞ്ഞിട്ടാണ് അശ്വിനി കുമാർ അത്രയും ആൾറെഡി ഒരു ബൗണ്ടറി കൊടുക്കുകയും ചെയ്തു. എന്നിട്ടാണ് അടുത്ത് വിക്കറ്റ് എടുക്കുന്നത്. കാരണം അത് അവരുടെ പ്രോപ്പർ പ്ലാനാണ്. പുറകിലേ കളിക്കുന്നുള്ളൂ എന്നുള്ളത് അവർക്ക് അറിയാം. ആ ഐഡിയ ഒക്കെ കൊടുക്കുന്നത്. പിന്നെ വിഘ്നേഷും ഹർദിക് പാണ്ഡ്യ വിക്കറ്റ് എടുക്കലുണ്ട്. പ്രമുഖ വിക്കറ്റുകളൊക്കെ ഹർദിക് പാണ്ഡ്യ വന്നിട്ടാണ് എടുക്കുന്നത്. അതിനപ്പുറത്തേക്ക് മുംബൈ ബോളേഴ്സിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഹർദിക് ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് മുംബൈ നല്ല രീതിയിൽ റൺസ് കൺസീഡ് ചെയ്ത് മത്സരം ഫസ്റ്റ് ഇന്നിംഗ്സിലെ കൈവിട്ടേനെ. ഹർദിക്, വിഘ്നേഷിനും ചിലപ്പം എക്സ്പോസ് ആയി വിഘ്നേഷിന്റെ ടീമിൽ നിന്ന് പോവാം. മുംബൈക്ക് ആരാണ് ബോളിംഗിൽ ബുംറ വന്നില്ലെങ്കിൽ അവരുടെ റിസൾട്ടുകൾ അവർക്ക് നെഗറ്റീവ് ആയിട്ട് തന്നെയല്ലേ വരാൻ ചാൻസ് കൂടുതൽ ഇനിയുള്ള മത്സരങ്ങളിൽ. അതെ, അത് ബുംറ വന്നില്ലെങ്കിൽ അവർക്ക് ഈ ബോളിംഗ് ലൈനപ്പ് കുറച്ചുകൂടെ നല്ല രീതിക്ക് എക്സ്പോസ്ഡ് ആയിട്ടുണ്ട്, ആൾറെഡി എക്സ്പോസ്ഡ് അതെ, ആയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ഒരു 3-4 സീസണുകളിൽ അവർ എന്ത് ആയിരുന്നു അവര് ഫേസ് ചെയ്ത ഇഷ്യൂ, സെയിം ഇഷ്യൂ തന്നെയാണ് അവര് ഈ സീസണിലും ഫേസ് ചെയ്യുന്നത്. ഹർദിക് പണിയെടുക്കുന്നുണ്ട്. ആള് ഫീൽഡിൽ ആറ്റിറ്റ്യൂഡ് ഒക്കെ പോട്ടെ, ആള് ബോളിംഗിൽ പാവം പണിയെടുക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പൊ കഴിഞ്ഞ മത്സരങ്ങളൊക്കെ നോക്കിയാൽ മതി, ഇമ്പോർട്ടന്റ് വിക്കറ്റുകളൊക്കെ വന്ന ആളെടുക്കുന്നത്. അല്ല, അത് എടുത്തേ പറ്റൂ. കാരണം ബുംറ ഇല്ലാത്ത സമയത്ത് ഒരു എന്താ പറയാ വിക്കറ്റ് ടേക്കിംഗ് ഒരു ഇന്ത്യയിലായാൽ പോലും പുള്ളി ഒരു ബ്രേക്ക് ത്രൂ കൊണ്ടുവരാറുണ്ട്. അത് ഇന്ന് ഞാൻ ഫസ്റ്റ് ഓവർ എറിഞ്ഞപ്പോ തന്നെ ഞാൻ പ്രതീക്ഷ കാര്യമാണ് മിക്കവാറും നിക്കോളാസ് പൂറൻ ഔട്ട് ആവുന്നത്. അയാള് സ്ലോ ബോൾ ഇട്ട് കൊടുക്കുന്നത്, സ്പേസ് കുറക്കുന്നത്. നല്ല രീതി സ്ലോ ബോൾ അല്ല, സ്പേസ് കുറക്കുന്നത്. അതെ, ആ വിക്കറ്റിന് വേണ്ടിയിട്ട് വന്നതാണെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ പുള്ളിക്ക് ബാക്കി 3 ഓവർ കൂടെ എറിയേണ്ടി വന്നു. അതെ, ലാസ്റ്റ് ഇൻക്ലൂഡിംഗ് ഡെത്ത് ഓവറിലടക്കം അയാൾക്ക് വരേണ്ടി വന്നു. പിന്നെ ലാസ്റ്റ് 2 വിക്കറ്റ് എടുത്തു. റൺസ് മില്ലർ അടിക്കുന്നുണ്ടെങ്കിൽ പോലും 4 6 ഒക്കെ അടിക്കുന്നുണ്ടെങ്കിൽ പോലും അയാള് മില്ലറിന്റെ വിക്കറ്റും അടുത്ത വിക്കറ്റും ഉടനെ എടുക്കുന്നുണ്ട്. പൊതുവെ ഇന്നത്തെ മത്സരത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ മീൻസ് അവരുടെ സ്കോറിംഗ്, രണ്ട് ടീമുകൾ നല്ലൊരു മത്സരം കാഴ്ചവെക്കുന്നുണ്ട്. മെയിൻ ആയിട്ട് എനിക്ക് എടുത്തു പറയാനുള്ളത് മുംബൈയുടെ ഭാഗത്തുനിന്ന് വന്ന ഫോൾട്ട് എന്ന് പറയുന്നത് തിലകിന്റെ സ്ട്രഗിളിംഗ് ആയിരുന്നു ബാറ്റിംഗിൽ. പിന്നെ ബോളിംഗിലെ പാളിച്ചകൾ കാരണം നല്ല രീതിയിൽ റൺസ് സ്കോർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ലക്നൗ നല്ല രീതിയിൽ ടീമായിട്ട് കളിക്കുന്ന ഒരു കാരണം എത്രത്തോളം അവർ നമ്മളെ ഒരു വീക്ക് ടീമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവർ ടീമായിട്ട് ഗ്രൗണ്ടിൽ ഫീൽഡിൽ നല്ല ഒരു ടീം വർക്ക് അവർ നടത്തുന്നുണ്ട്. അതിൻ്റെതായിട്ട് റിസൾട്ട് അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോ ഈ രണ്ട് ടീമുകളുടെയും കാര്യത്തിൽ ഇന്നത്തെ മത്സരത്തിൽ എനിക്ക് പോസിറ്റീവായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് അവരുടെ ബാറ്റിംഗിലെ സ്കോറിംഗ് ആണ്. കറക്റ്റ് അവർക്ക് എന്താ ആവശ്യമുള്ളത് അത് കറക്റ്റ് സ്കോർ ചെയ്ത് പോകുന്നുണ്ട്. അതിനെപ്പറ്റി എന്താ ഒപ്പീനിയൻ? കൺക്ലൂഡ് ചെയ്യണൊക്കെ മുന്നേ നമ്മള് മെൻഷൻ ചെയ്യാൻ വിട്ടുപോയ ഒരു പേരുണ്ടായി, താക്കൂർ എറിഞ്ഞ ഇന്നത്തെ മത്സരത്തെ ഇമ്പോർട്ടന്റ് ഓവർ 29 റൺസ് ആവശ്യമുള്ള സമയത്താണ് താക്കൂർ വന്നൊരു ഓവർ എത്തുന്നത്. മത്സരം ഹർദിക് പോലെയുള്ള ഒരു മോഡേൺ ഡേ ഫിനിഷറുള്ള സമയത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ്, മറ്റുള്ളവര് ഇപ്പൊ മാർഷ് എടുത്ത 60 പോലെ അല്ലെങ്കിൽ മറ്റുള്ളവർ കളിച്ച ഇന്നിംഗ്സ് പോലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിരുന്നു. കഴിഞ്ഞ മത്സരത്തിൽ അയാൾ എക്സ്പോസ്ഡ് ആയതാണ്. എക്സ്പോസ്ഡ് മീൻസ് അയാൾ നല്ല രീതിയിൽ അടിമടിച്ച് കൂട്ടിയൊരു ബോളർ ചെയ്തു. 19th ഓവർ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തല്ലേ. നമുക്കറിയാം പല കളികളും പുള്ളിയുടെ ആ സ്ലോ ഓവറും ബ്രാവൊക്കെ എറിയുന്ന പോലത്തെ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു ഡെലിവറീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നുള്ളൂ. എന്നാലും ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു ഓവർ കംപ്ലീറ്റ് ചെയ്ത് തന്നെയാണ് വലിയൊരു വഴിത്തിരിവായത് ലാസ്റ്റ്. അല്ലെങ്കിൽ ഒരുപക്ഷെ ആ ഓവറിൽ ഒരുപക്ഷെ മുംബൈക്ക് ഒരു 10 റൺസ് അധികം നേടിയിരുന്നെങ്കിൽ ഈസി ആയിട്ട്
ആ ലാസ്റ്റ് ഓവർ എത്തണേക്ക് മുന്നേ തന്നെ ഒരുപക്ഷെ മുംബൈ കളി ഫിനിഷ് ചെയ്തായിരുന്നു. ആ ഓവറിൽ കുറച്ചുകൂടി റൺസ് വന്നിരുന്നെങ്കിൽ. പറയുമ്പം ആവേശനെ കൂടെ വിട്ടുപോകരുത്. കാരണം 22 റണ്ണോളപ്പം ആദ്യ ബോൾ സിക്സ് വന്ന് തന്നെ പോയെങ്കിലും ഹാർദിക്ക് ഒരു 6 കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഈസിയാണ്. 5 ബോളിൽ 16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും അടി വീഴാം. ബട്ട് അവിടെയും പിടിച്ചു. ആവേശനും അത് അപ്രീസിയേഷൻ അർഹിക്കുന്നുണ്ട്. അതെ, അവശ്യം 2-3 വട്ടം ഈ കഴിഞ്ഞ രണ്ടോ മൂന്നോ സീസണുകളായിട്ട് ലാസ്റ്റ് ഓവറിൽ വന്ന് മത്സരം പഠിച്ചിട്ടുണ്ട്. ഒരു മത്സരം കൂടി പക്ഷെ ആള് ഫോം ഔട്ടാണ് പലപ്പോഴും. നാളത്തെ മത്സരം നടക്കുന്നത് ഡൽഹി ചെന്നൈ സൂപ്പർ കിങ്സ്. ഒരു ഭാഗത്ത് നല്ല രീതിയിൽ സെറ്റായി കളിക്കുന്ന ടീം, ഓൾമോസ്റ്റ് സെറ്റായ ടീം. ഒരു ഭാഗത്ത് പക്ക നെഗറ്റീവ് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന ടീം ചെന്നൈ സൂപ്പർ കിങ്സ്. ഇവർ തമ്മിൽ മത്സരം നടക്കുകയാണ്. എന്തായിരിക്കും സഞ്ജയുടെ, കിരണിന്റെയും രണ്ടുപേരുടെയും പ്രഡിക്ഷൻസ്, എങ്ങനെ മത്സരത്തെ കാണുന്നു, അതുപോലെ ആര് വിജയിക്കും എന്നുള്ളത് കൂടെ പറയണം. പിന്നെ ഞാനൊരു പോയിന്റ് അതിലോട്ട് ഇട്ടുതരാം. കൂടുതൽ ചർച്ച ചെയ്യാൻ പോകുന്നില്ല. ഇന്നത്തെ മത്സരത്തിൽ രണ്ട് ടീമുകളും പോസിറ്റീവ് ബാറ്റിംഗ് ആയിരുന്നു. സ്കോറിംഗ് എന്നുള്ളത് കറക്റ്റ് ആയിരുന്നു. ഓവർ ബൈ ഓവർ അല്ലെങ്കിൽ പവർ പ്ലേയിൽ ഇത്ര സ്കോർ ചെയ്യണം, മിഡിൽ ഓവേഴ്സിൽ ഇങ്ങനെ സ്കോർ ചെയ്യണം, ഡെത്ത് ഓവേഴ്സിൽ ആരെ അറ്റാക്ക് ചെയ്യണം എന്നുള്ളത് ക്ലിയർ ആയിട്ട് അവർക്ക് വ്യക്തത തന്നെ. ലാസ്റ്റ് മുംബൈക്ക് പരാജയം സംഭവിക്കുന്നുണ്ടെങ്കിൽ പോലും അവർ ഇന്റന്റ് ഉണ്ടായിരുന്നു. അത് തീരെ ഇല്ലാത്തൊരു ടീമാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. അപ്പോൾ ഈ സൂപ്പർ കിങ്സ് ഡൽഹി എന്നുള്ളൊരു തികച്ച മിന്നും ഫോമിൽ കളിക്കുന്ന ഒരു ടീമിനെ നേരിടുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? ചെന്നൈയുടെ ബോളിങ്ങിനെ പറ്റി നമ്മൾ പലവട്ടം സംസാരിച്ചു. കുഴപ്പമില്ലാതെ നൂർ അഹമ്മദും ഖലീലും ഒക്കെ നല്ല പെർഫോം ചെയ്യുന്നുണ്ട്. അവർ രണ്ടുപേരുടെ പെർഫോമൻസിൽ കുഴപ്പമില്ലാത്തൊരു ബോളിംഗ് ഉണ്ട്. 14 കഴിഞ്ഞ കളി നന്നായിട്ട് ബോളിംഗ് ചെയ്തു എൻഡ് ഓവേഴ്സിൽ. അപ്പോ ഇവരുടെ മൂന്നുപേരുടെയും ബോളിംഗ് എങ്ങനെ ഇരിക്കുന്നു അതുപോലെ ആയിരിക്കും നാളത്തെ കളി. അതുപോലെ ബാറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ട മൂന്ന് കളിയുടെ ഇന്റന്റ് പോലെ ഒരിക്കലും സംഭവിക്കരുതെന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം അതില് ഒരു ഋതുരാജ് പരിക്ക് പറ്റി കളിക്കാൻ ചാൻസ് കുറവാണെന്നും പറയുന്നുണ്ട്. അപ്പൊ ആ ഋതുരാജ് ഇല്ലെങ്കിൽ ചെന്നൈ എങ്ങനെ സർവൈവ് ചെയ്യും നാളെ ബാറ്റിംഗില്? ബൗളേഴ്സ് 50 റൺസിന് ഓൾ ഔട്ട് ആക്കിയിട്ടോ? 50 ആക്കിയാലും ഈ ഒരു നെഗറ്റീവിൽ ഒരു 10-15 ഓവറൊക്കെ എടുപ്പിക്കും അതെ, അതെ. ജയിപ്പിക്കാനായിട്ടൊക്കെ. അങ്ങനെ ഒരു നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട് അവര്. പിന്നെ നാളത്തെ മത്സരത്തിനെ കുറിച്ച്, കാരണം ഡൽഹി മിന്നും ഫോമിൽ എന്ന് പറഞ്ഞാൽ അവര് പക്ക ഒരു T20 ടീമായിട്ട് മാറി. അതായത് ഞാൻ പറയുന്നത് കഴിഞ്ഞ വർഷത്തെ KKR എന്നല്ല, പക്ഷെ അതേ ടീമിന്റെ അതേ ഫോം ഉണ്ട് അവർക്ക്. ഇത്ര വലിയ കിടിലൻ പ്ലേയേഴ്സ് അല്ല, പക്ഷെ ആ ക്വാളിറ്റികളൊക്കെ ആ ടീമിനുണ്ട്, ഡൽഹി ടീമിനുണ്ട്. മുൻതൂക്കം ഡൽഹിക്ക് തന്നെയാണ്. പക്ഷെ പല കളികളും തിരിച്ചു വന്ന ചരിത്രം, അല്ലെങ്കിൽ IPL ഒരു സമയത്ത് പോലും നമുക്ക് ഇന്ന ടീം ജയിക്കും അല്ലെങ്കിൽ ഇന്ന പ്രത്യേക ടീം തോക്കും, അതെ, ഏറ്റവും സ്ട്രഗിൾ അല്ലെങ്കിൽ ചലഞ്ചിങ് നടക്കുന്ന ഒരു ലീഗാണ്. ആര് വേണമെങ്കിലും എപ്പോഴും ആര് ജയിക്കാം, എപ്പോഴും വേണമെങ്കിലും തോൽക്കാം. അതിപ്പോ എത്ര വീക്ക് ആണെങ്കിൽ കൂടിയും വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക്. ഈ IPL പോലും അതിന് ഉദാഹരണമാണ്. കാരണം ഇപ്പൊ സഞ്ജയ് ആയാലും ഞാനായാലും ദേവാനന്ദായാലും ഒക്കെ LSG വീക്കാണ്, സ്ക്വാഡാണ്, അവർ ലാസ്റ്റിലോട്ട് വരുന്ന പറഞ്ഞു വെച്ചെടുത്ത് അവര് വിജയിച്ച് കാണിച്ചു തരികയാണ്. ആ പ്രവചനങ്ങൾക്ക് അപ്പുറത്ത് ചെന്നൈ സൂപ്പർ കിങ്സിന് എത്രത്തോളം കയറി വരാൻ പറ്റും? ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ബാറ്റിംഗ് എത്രത്തോളം പോസിറ്റീവ് ആയിരിക്കും അടുത്ത മത്സരത്തില്? പോസിറ്റീവ് നാളെ ഇപ്പോ ധോണി ആയിരിക്കും ക്യാപ്റ്റൻ എന്നാണ് ഒരു പരിധി വരെ ബാറ്റിംഗ് കോച്ച് മൈക്കൽ ലാസി വരെ നൽകിയിരിക്കുന്ന സൂചന. ഒരുപക്ഷെ ധോണിയാണ് ക്യാപ്റ്റൻ എന്നുണ്ടെങ്കിൽ തന്ത്രങ്ങൾ എങ്ങനെയായിരിക്കും അതുപോലെ ആയിരിക്കും കളി മുന്നോട്ട് പോകാന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ധോണി ക്യാപ്റ്റൻ ആവുന്നല്ല ഇവിടെ ഇഷ്യൂ. ഋതുരാജിന് ഫീൽഡില് ബ്ലണ്ടേഴ്സ് വരുന്നുണ്ട്, അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാം. അത് കാരണം കുറച്ച് കൂടുതൽ റൺസ് ലീക്ക് ചെയ്യുന്നുണ്ട്, അത് പോട്ടെ. ചെന്നൈയിൽ ഈ സൂപ്പർ കിങ്സ് ടീമിന്റെ ഋതുരാജ് ഇല്ലെങ്കിൽ അത് കൂടുതൽ വികൃതമായിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനില്ല സൂപ്പർ കിങ്സ് ബാറ്റിംഗ്. ഋതുരാജ് ഉണ്ടെങ്കിൽ തന്നെ അത് എത്രത്തോളം പോസിറ്റീവ് ആയിട്ടായിരിക്കും അവർ കൺവേർട്ട് ചെയ്യാൻ പോകുന്ന അടുത്ത മത്സരത്തില്? ഋതുരാജ് ഇല്ലെങ്കിൽ ദീപക് കൂടെ തിരിച്ചു വരുമായിരിക്കും. പുള്ളിയുടെ ഒരു കംബാക്ക്, അല്ലെങ്കിൽ കാരണം കുറെ പ്ലേയേഴ്സ് ഇതുപോലെ ചെന്നൈ സൂപ്പർ കിങ്സിൽ വന്നിട്ട് നല്ല രീതിയിൽ ഫോം ആവാത്ത പ്ലേയേഴ്സ് ഒക്കെ കംബാക്ക് നടത്തിയ ഒരു ഹിസ്റ്ററിയിലുള്ള ടീമാണ് CSK. നീ ഇപ്പോ ഈ പറഞ്ഞ പ്ലെയറില്ലേ, ദീപക് കൂടായാലും ആരായാലും ഉദാഹരിക്കാൻ വെച്ചൊരു റീസൺ എന്നുള്ളത് തിരിച്ചു വന്നിട്ടുള്ളത് ഇവരുടെ ക്വാളിറ്റി ഉണ്ടായിരുന്നു. റോബിൻ ഉത്തപ്പ ആയാലും അജിങ്ക്യ രഹാനായാലും ടെക്നിക്കലി ആയാലും ഇന്റർനാഷണലി ആയാലും ഒരു പ്രൂവൻ പ്ലേയേഴ്സ് ആണ്. അവര് 1-2 ചില്ലറ ബംഗ്ലാദേശിനെ സിംബാബിനെ ഒന്നും തട്ടിയിട്ട് ക്വാളിറ്റി തെളിയിച്ച ടീമുകളല്ല, വമ്പന്മാരടിച്ചിട്ട് ക്വാളിറ്റി തെളിയിച്ച ടീമുകൾ. അംബാറ്റി റായിഡു ആയാലും ഡൊമസ്റ്റിക്കിലൊക്കെ അന്യായ റെക്കോർഡ്. ഇവിടൊക്കൊന്നും അങ്ങനെ ഒരു റെക്കോർഡൊന്നും ഇല്ല, എടുത്തു പറയാൻ മാത്രം വലിയ വമ്പനൊന്നുമില്ല. അപ്പൊ അങ്ങനത്തെ പ്ലേയേഴ്സിനെ വമ്പന്മാരാക്കിയ ചരിത്രമൊന്നും ചെന്നൈ സൂപ്പർ കിങ്സിനില്ല. അതങ്ങനെ പറ്റൂല. ടാലന്റഡ് ആണെങ്കിൽ മാത്രം IPL എന്നുള്ള വലിയൊരു വേദിയിൽ പെർഫോം ചെയ്തിട്ടുള്ളൂ. അല്ലാതെ വെറുതെ വന്ന് കൺസിസ്റ്റന്റ് ആയിട്ട് കളിക്കാൻ പറ്റിയ ഒരു ടൂർണമെന്റ് ഒന്നല്ല IPL. കൂടെ നിന്ന് ഇപ്പൊ ഒരു ഇന്നിങ്സ് ഒക്കെ പ്രതീക്ഷിക്കാം, അതിനപ്പുറത്തേക്ക് വലിയ വണ്ടേഴ്സ് ഒന്നും പ്രതീക്ഷിക്കണ്ട. ത്രിപാഠി പിന്നെ എക്സ്പെക്ട് ചെയ്യാം. സ്റ്റിൽ ത്രിപാഠി ഇസ് ആൾസോ ആള് മോശം ഫോമിലാണ്. ഷൈഖ് റസീദ് അല്ലെങ്കിൽ വൻഷ്ബേദി പോലുള്ള ചാൻസ് കൊടുക്കാം, അതിലൊക്കെ അത് വന്നിട്ട് ചെന്നൈ സൂപ്പർ കിങ്സിന് ലോ വന്നാലും പ്രശ്നമില്ലല്ലോ. കിരണ വേറെ ഏതൊരു പേര് പറഞ്ഞാൽ ആരുടെ പ്ലെയർ പേര് പറഞ്ഞാൽ കൂടെ പേര് പറയുന്നത് സീരിയസ്ലി. അവിടെ ആൾറെഡി ഒരു വല്ലാത്തൊരു മൈൻഡ് സെറ്റ് ആണ്. കളി കാണുമ്പോൾ ചെന്നൈയുടെ മൈൻഡ് സെറ്റ് ആ ഇന്ത്യന്റ് കാണുമ്പോൾ തന്നെ നെഗറ്റീവ് ഫീൽ ആണ്. അതിന്റെ കൂടെ കൂടെയുടെ പേര് ആ ലൈനപ്പിൽ കൂടെ കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കാട്ടും നെഗറ്റീവ് വേറെ ഇല്ല.
എനിക്ക് തോന്നുന്നു പുജാരനെ കൊണ്ടുവന്ന പുജാരക്ക് രീതിയിലും ഫാർ നന്നായിട്ട് ഫാർ പുള്ളി ബെറ്റർ ആയിരിക്കും. പുജാരക്ക് ക്വാളിറ്റി ഉണ്ട്. ഇത് തിരിച്ചു വരാൻ എന്തെങ്കിലും ക്വാളിറ്റി വേണ്ടേ പ്ലെയറിന്? ഹൂഡല്ലേ പണ്ട് T20 സെഞ്ചുറി സെഞ്ചുറി അടിച്ച അടിച്ചിരുന്നത്. അത് ടീം ആരെയും ആർക്കെതിരായിരുന്നു? അയർലൻഡോ അയർലൻഡ്. അതൊക്കെയാണ് ക്വാളിറ്റി. പിന്നെ ഞാളെ ആ, കുറഞ്ഞു കാണല്ല. ഞാൻ പറഞ്ഞിട്ട് CSK വന്ന് തിരിച്ചു വന്ന പ്ലേയേഴ്സിനൊക്കെ അവരുടേതായ ഹിസ്റ്ററിയും അവരുടേതായ കഴിവുകളൊക്കെ തെളിയിച്ചിട്ടുള്ളതാണ്. അത് നിങ്ങൾക്ക് പേരുകളൊക്കെ എടുത്ത് നോക്കിയാൽ കാണാം. കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്തിട്ട് ഇതിൽ 1-2 മത്സരം ഫോം ആയവരെ വിടുക. നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു ക്വാളിറ്റി ഉണ്ടായിട്ടുണ്ടാവും, അവർ പ്രൂവ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, നാളത്തെ മത്സരത്തില് നിങ്ങൾ രണ്ടുപേരും എനിക്ക് തോന്നുന്നു DC അല്ലേ പറഞ്ഞേ ഡൽഹി വിജയിക്കുന്നതാണ്, കിരൺ ചെന്നൈ വിജയിക്കുന്നതാണോ? ഞാൻ CSK തിരിച്ചു വരുന്നത്. ധോണിയാണ് ക്യാപ്റ്റനെങ്കിൽ CSKയുടെ ഒപ്പം പോവാനാണ് ഞാൻ ആഗ്രഹിക്കണേ. ഓക്കെ, സഞ്ജയ്? DC ഫോം വെച്ചിട്ട് ഞാൻ DC ജയിക്കുമെന്നാണ് പറയുന്നത്. ഞാനും ഒബ്വിയസ്ലി DCയുടെ കൂടെ പോകാനാണ് താല്പര്യപ്പെടുന്നത്. കാരണം ഇപ്പോഴത്തെ കറന്റ് ഫോം വെച്ച് നമുക്ക് പ്രൊഡിക്ട് ചെയ്യുന്നതിന് നമുക്ക് ഹിസ്റ്ററിയും പിന്നെ അൺപ്രഡിക്റ്റബിലിറ്റി ഒക്കെ വെച്ച് നോക്കുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോ ഞങ്ങൾ രണ്ടുപേരും DCയുടെ കൂടെ പോകുന്നു. കിരൺ അവരുടെ ഒരു ചരിത്രം, തിരിച്ചു വന്ന ചരിത്രമൊക്കെ വെച്ചിട്ട് ചെന്നൈ സൂപ്പർ കിങ്സിലുണ്ട്. നോക്കാം. പ്രവചിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് IPL. തിരിച്ചു വരാം. അപ്പൊ ചെന്നൈ സൂപ്പർ കിങ്സിന് തിരിച്ചു വരാൻ പറ്റട്ടെ. ഓക്കെ, വേറൊരു മാച്ച് കൂടെ നടക്കുന്നുണ്ട് നാളെ. പഞ്ചാബ് രാജസ്ഥാൻ. സഞ്ജയ് ആരുടെ കൂടെ പോകുന്നു നാളത്തെ മത്സരത്തിൽ? പഞ്ചാബ് ശ്രേയസിന്റെ പഞ്ചാബിന്റെ കൂടെ. കിരൺ? ഞാനും പഞ്ചാബാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ നേരത്തെ ധോണിയുടെ കേസ് പറഞ്ഞ പോലെ നാളെ സഞ്ജു ക്യാപ്റ്റനായിട്ട് തിരിച്ചു വരികയാണ്. അപ്പൊ ഞാൻ സഞ്ജുവിന്റെ ഒപ്പം പോകുന്നു. ഓക്കെ, ഞാനും പഞ്ചാബിന്റെ കൂടെ തന്നെ പോവാണ്. കിരൺ രണ്ടിലും ക്യാപ്റ്റന്മാരുടെ ആ ഹിസ്റ്ററി വെച്ചിട്ട് തിരിച്ചു പോയിട്ടുണ്ട്. എന്തായാലും നോക്കാം നാളത്തെ മത്സരങ്ങൾ എങ്ങനെ റിസൾട്ട് വരുന്നത്. താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.